മലബാറിലേക്ക് കടന്നു വരിക എന്നുള്ളത് മരണത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതിന് സമാനമാണെന്ന് ആ നാളുകളിൽ എല്ലാവരും ഓർത്തിരുന്നു. കാരണം ഇവിടെ വന്ന് ധാരാളം ആളുകൾ മലമ്പനിയും മലമ്പാമ്പിനോടുമൊക്കെ നേരിട്ട് ജീവൻ ത്യജിച്ചിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 30-40 ആളുകളെ അവരുടെ മൃതസംസ്കാരം നടത്തിയിട്ടുണ്ട്. രേഖകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോളറ വന്ന്, വസൂരി വന്ന്, മറ്റ് രോഗങ്ങൾ വന്ന് ചികിത്സിക്കാൻ സൗകര്യമില്ലാതെ ഒരു ഇടവകയിൽ തന്നെ 30-40 ആളുകൾ ഒരു ദിവസം തന്നെ മരിക്കുക എന്നുള്ളത് എത്രയോ ഭീതി ഉണ്ടാക്കുന്നതാണ്. അത്തരം ആ മേഖലകളിലൊന്നും തളരാതെ 1 നൂറ്റാണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചപ്പോൾ നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ ഈ മലബാറിലേക്ക് 1,00,000-ലധികം കുടുംബങ്ങൾ കടന്നു വന്നു. 7 രൂപതകളിലായിട്ട് ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം. നമുക്കേവർക്കും പ്രിയങ്കരനായ വള്ളപ്പള്ളി പിതാവിനെ അയച്ചുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു നേതൃത്വം ഈശോ നൽകി. അവിടുത്തെ ആ വലിയൊരു സഹായവും നേതൃത്വവും നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് ഈ കുടിയേറ്റ പ്രദേശം ഈ മലബാറിലേക്ക് കടന്നു വന്നത്. പിതാവിനുണ്ടായിരുന്ന ആഴമായ ദൈവാശ്രയ ബോധം, അത് പഠിപ്പിക്കുവാനുള്ള പിതാവിൻ്റെ തീക്ഷ്ണതയോടെയുള്ള സന്ദർശനങ്ങൾ, പഠനങ്ങൾ 1 നൂറ്റാണ്ട് കുടിയേറ്റത്തിന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച ഒരു ജനതയ്ക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയാണ്.